നമ്മുടെ വീട്ടിന്റെ ടെറസ് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എത്രത്തോളം പായൽ പിടിച്ചു കിടക്കുന്നെന്ന്. ആ പായലൊക്കെ ആദ്യം തന്നെ ഹൈ പ്രഷർ വാഷർ വെച്ച് നല്ല നീറ്റായിട്ട് അങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വാട്ടർ ടാങ്ക് എപ്പോഴും ഓവർഫ്ലോ അതുകൊണ്ടാണ് ഇമാതിരി പായൽ പിടിക്കാൻ കാരണം. ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഫിനിഷിംഗ് ചെയ്യുന്നതിന് കൂടെ തന്നെ ആ ടാങ്ക് ഏരിയയിൽ വളർന്നു നിൽക്കുന്ന ആ ആൽമരത്തിന്റെ വരെ നമ്മൾ വേരോട് അങ്ങ് പിഴുതു മാറ്റി. നമ്മുടെ വീടിന്റെ ഔട്ടർ വാൾ ഫുൾ ആയിട്ട് ക്രാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ആ ക്രാക്ക് ഒക്കെ മെഷീൻ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് അവിടെ ക്രാക്ക് ഫില്ലർ അപ്ലൈ ചെയ്ത് ലോക്ക് ആക്കി. ഈ ക്രാക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ട്രാൻസ്പെറന്റ് പ്രൈമർ കോട്ടിംഗ് അങ്ങോട്ട് അപ്ലൈ ചെയ്തെടുത്തു. ഈ പ്രൈമർ ഉണങ്ങാൻ ഒരു 4 മണിക്കൂറെങ്കിലും ആവശ്യപ്പെടും. പ്രൈമർ ഒക്കെ നല്ലോണം ഉണങ്ങിയ ഉടനെ തന്നെ വാൾ ഏരിയയിൽ കൂൾ കോട്ടിംഗ് പ്രോഡക്റ്റ് വെച്ച് 2 കോട്ടിംഗ് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. കറക്റ്റ് ഒരു 6 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഈ 2 കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ബിൽഡിംഗിന്റെ 3 വശങ്ങളിലും ഔട്ടർ വാളിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് റൂമിന്റെ അകത്ത് ഭയങ്കര ചൂട്. എന്നാൽ ഈ കോട്ടിംഗ് അങ്ങ് അപ്ലൈ ചെയ്തതിനു ശേഷം ചൂട് പകുതിയോളം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC ഇടുന്നതും കുറയ്ക്കാം, കറണ്ട് ബില്ല് നല്ല ഉഷാറായിട്ട് ലാഭിക്കാനും ഒക്കും. പിന്നെ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർക്കോ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടവർക്കോ താഴെ കാണുന്ന നമ്പറിലേക്ക് നേരെ വിളിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സർവീസ് റിലേറ്റഡ് വീഡിയോസിന് ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ശരി, എന്നാ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.